ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നയാളാണ്. ഇതിൽ പരം ഒരു അപമാനം വേറെ ഉണ്ടോ? ഇതിൽ പരം ഒരു അപമാനം. അതിലേക്ക് അനുവദിച്ച ഫർണിച്ചറുകളും ആമ്പിള്ളേരെടുത്ത മറ്റോ ഓഫീസുകളിൽ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പറയുമ്പോൾ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, പുരാവസ്തു ഗവേഷണ വകുപ്പാണ് ഈ മതപാഠശാല സംവിധാനം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട വിഭാഗം. അവിടെ ഈ മതപാഠശാലയെ നശിപ്പിക്കണമെന്ന പദ്ധതിയിട്ട് ഒരു വിഭാഗം ആളുകൾ ഒരാളെ ചുമതലപ്പെടുത്തി. നിങ്ങൾ അറിയുന്ന കാര്യം, ഈ കൾച്ചറൽ ഡയറക്ടർമാർ എന്ന് പറയുന്നത് പിരിഞ്ഞു പോകാൻ 6 മാസമോ 1 വർഷമോ സമയമുള്ളപ്പോ ചടക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ അവിടെ കാര്യം നടത്തുന്നതാരാ? സീനിയോറിറ്റി ഉള്ള ഒരു ജീവനക്കാരന്റെ ഉദ്യോഗസ്ഥനെ കാണും. പിന്നെ ആ ജീവനക്കാരന്റെ ഉദ്യോഗസ്ഥനെ പറയുന്നതായിരിക്കും ഈ കൾച്ചറൽ ഡയറക്ടർമാർക്ക് വേദവാക്യം. കാരണം 1 വർഷക്കാലമേ ഉള്ളൂ, ഇനി ഇപ്പോൾ ഒരു ശല്യം ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് പിരിഞ്ഞു പോയാൽ മതി, പെൻഷൻ കിട്ടണമല്ലോ. അതുകൊണ്ട് ഈ വിദ്വാൻ പറയുന്നത് കേട്ടു. പ്രിയമുള്ളവരെ, ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല 9 വർഷം കൊണ്ട് ഒരേ സീറ്റിൽ ഒരാള് എവിടെയെങ്കിലും ഉണ്ടോ? 9 വർഷം കൊണ്ട് ഒരേ സീറ്റിൽ ഒരാളിരുന്ന് മതപാഠശാല അങ്ങ് നന്നാക്കുക. എത്ര കണ്ട് നന്നായി എന്ന് അവർ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. എന്റെ കയ്യിലാണ് റെക്കോർഡെല്ലാം ഇരിപ്പുണ്ട്. ആർക്ക് വേണമെങ്കിലും കാണിച്ചു തരാൻ തയ്യാറാണ്. അപ്പൊ ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാനിന്ന് കേരളം മുഴുവൻ അതൊന്ന് വ്യാപിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പരീക്ഷ പേപ്പർ 3ാമത്തെ പരീക്ഷ നടത്തിയപ്പോൾ ആ പരീക്ഷ പേപ്പർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പൊട്ടിച്ചെന്ന് പരസ്യമായി പൊട്ടിച്ച് വിതരണം നടത്തിയിട്ട് അതിന്റെ സെൽഫി ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ പ്രചരിപ്പിച്ചു. ലക്ഷ്യം എന്താ? ഈ പരീക്ഷയ്ക്ക് ഒരു ആധികാരികതയില്ല, വെറുതെ കുട്ടികളിയാണ് ചെയ്യില്ല. എന്റെ പിള്ളേർക്ക് എന്താ ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത്, സജീവ രാഷ്ട്രീയ പ്രവർത്തകരെ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഭരണസമിതികളിൽ നിന്ന് ഒഴിവാക്കണം. കാരണം ഈ സജീവ രാഷ്ട്രീയം വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവിടെ ആധ്യാത്മിക ക്ലാസ് നടത്താൻ പറ്റില്ല. അവിടെ ഉള്ള കോരം കൊള്ളുന്നവരും വേണമെങ്കിൽ മറ്റേ ഗാനമേളയും കോമഡി ഷോയും ദൈവങ്ങളെ കളിയാക്കുന്ന പരിപാടി നടത്തും. കാരണം അവരുടെ ലക്ഷ്യം ആധ്യാത്മികതയല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ മതപാഠശാലയെ ബന്ധപ്പെട്ടുണ്ടായി. 2017 മതപാഠശാലകളുടെ പകുതി പോലും ഇപ്പൊ ഇല്ല. കാരണം അന്ന് നിന്റെ കയ്യിലുണ്ട് ലിസ്റ്റിരിപ്പുണ്ട്, മുഴുവൻ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ ഈ പറയുന്ന ആളുകൾ ഇപ്പോഴും അതത് കസേരകളിൽ ഇരുന്നുകൊണ്ട് ഇതെങ്ങനെ ഇല്ലാതാക്കാം, ഒളിപ്പിച്ച് കൊച്ചില്ലാതാക്കുക നമ്മൾ പണ്ട് പറയാറുണ്ട്. അതുപോലെ നിങ്ങൾ മതപാഠശാലയെ നന്നാക്കാൻ 9 വർഷം കൊണ്ട് ഒരു സീറ്റ് ഇരിക്കുകയാണ്, പക്ഷെ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രമേണ അത് ഇല്ലാതായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് പറയണം, അവതരിപ്പിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഹൈക്കോടതിയിൽ കൊടുത്ത കേസിന്റെ വിധി അനുസരിച്ച് ആ കേസ് കൊടുത്തപ്പോ എന്നെ ബുദ്ധിമുട്ടിക്കാവുന്നതിന് മാക്സിമം ബുദ്ധിമുട്ടിച്ചു. ഓക്കെ, അത് ഇതിനകത്തുള്ളതാണ്. അത് കഴിഞ്ഞപ്പോ ആ വിധി വന്നു. ഇപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള എന്താണെന്ന് അറിയാമോ? അല്പ കാര്യശേഷിയുള്ള ഈ ആധ്യാത്മികവും സാംസ്കാരികവും സാമൂഹികവും സേവനവുമായി ബന്ധമുള്ള ഒരു പ്രസിഡന്റ് ആണ് ഇപ്പൊ ദേവസ്വം ബോർഡ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആകെ ഒരു പ്രതീക്ഷ. അപ്പൊ അദ്ദേഹത്തിനെ കണ്ട് ഈ ഹൈക്കോടതി വിധി ഇത് തിരുവിതാംകൂറിൽ മാത്രമല്ല എല്ലാ ദേവസ്വം ബോർഡുകളെയും ഒരുപോലെ നടപ്പാക്കിയാൽ ഹൈന്ദവ സമൂഹത്തിന് ആധികാരികവും അംഗീകൃതവും ഏകീകൃതവുമായ ഒരു ആധ്യാത്മിക പഠന സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാകും. ഇതുവരെയുള്ള തലമുറ ഇങ്ങനെ പോയി, വരും തലമുറയെങ്കിലും ആധികാരികമായ ആധ്യാത്മിക പഠനം നടത്തി അവരുടെ ജീവിതത്തിൽ ഒരു നന്മയുള്ള ഭാവം ഉണ്ടാക്കുവാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു ഹൈന്ദവ സംഘടന, ഒരു ഈശ്വരവിശ്വാസമുള്ള പ്രസ്ഥാനം തങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് വേണ്ടി വരുന്ന സ്ഥാപനത്തിൽ, സർക്കാർ സ്ഥാപനത്തിൽ വന്ന് ഒരു ദൂരെ നിന്ന് പ്രസംഗിക്കാൻ ഒരു ഇടവ് കൊടുത്തത് അത് വളരെ വേദനാജനകമാണ്. ഇതിന് കാരണം ദേവസ്വം ബോർഡുകളിലുള്ള രാഷ്ട്രീയമായ അതിക്രമങ്ങളാണ്. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ അർഹതപ്പെട്ട ഉദ്യോഗസ്ഥർ അത് അവഹരിക്കാതെ നഷ്ടപ്പെടില്ലാതെ ദേവസ്വം ബോർഡുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ അത് കൃത്യമായി ആത്മീയമായ നിലവാരത്തിൽ തന്നെ കൊണ്ടുപോകണമെന്നും ക്ഷേത്ര ദേവന്റെ സ്വത്തുകൾ
സംരക്ഷിക്കപ്പെട്ട് അത് ഹിന്ദുവിന്റെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി നൽകണമെന്നും സംസ്കൃതം ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങളും ഭാഷയും ദേവസ്വം വിദ്യാലയങ്ങളിലും അതുപോലെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അത് പഠന വിഷയങ്ങളാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി 24ഓളം വിഷയങ്ങളാണ് ചർച്ച ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളതിന് ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ദേവസ്വം പ്രസിഡന്റ് ഈ വിഷയത്തിന്മേൽ ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഈ യാത്ര ഇവിടെ നിന്ന് ഭഗവാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്രയാവുകയാണ്. നമസ്തേ.